അതെ, ധൈര്യമുള്ളവർക്ക് കാശ്മീരിൽ സഞ്ചരിക്കാൻ പോകാൻ പറ്റിയ സമയമാണ് കാരണം ഇപ്പോൾ അവിടെ ഒരു തിരക്കുണ്ടാവില്ല. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ ടെററിസം ഈസ് ഡീ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് വാർഫെയർ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് മെക്കാനിസം കൊണ്ട് ടെററിസ്റ്റ് അറ്റാക്കിനെ തടയുക എളുപ്പമല്ല. അത് ചരിത്രപരമായി നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വള്ളുവക്കോനാതിരിയുടെ ചാവേറുകളെ തടയാൻ സാമൂതിരിക്ക് കഴിഞ്ഞിട്ടില്ല മാമാങ്കത്തിൽ. അപ്പോൾ ഈ ചാവേർ ആക്രമണം, ഈ ടെററിസ്റ്റ് മോഡസ് ഓപ്പറാൻഡി, അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ 100% പഴുതടച്ച് പ്രതിരോധിക്കാൻ സൈന്യങ്ങൾക്ക് കഴിയില്ല എന്നത് തെളിയിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അതൊരു മൈനർ അറ്റാക്ക് ആയിരിക്കും, പക്ഷേ അത് പഴുതടച്ച പ്രതിരോധം ഉണ്ടാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇനി പുൽവാമയിൽ എന്തെങ്കിലും സെക്യൂരിറ്റി വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്ന കാര്യം. എനിക്ക് തോന്നുന്നത് ബക്ഷിയുടെ പ്രസ്താവനയാണ്. അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട, കാരണം അത് രാഷ്ട്രീയക്കാർ പറയുന്ന പോലെയല്ല. അദ്ദേഹം മേജർ ജനറലാണ്. അത് പരിശോധിക്കട്ടെ, നമ്മൾ അതിലേക്ക് കടക്കേണ്ടതില്ല ഇപ്പോൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ പ്രശ്നം, നിങ്ങൾ ലഷ്കർ ഇ തൈബയെ പോലെയുള്ള ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, അതൊരു ഹൈഡ്ര ഹെഡഡ് ഓർഗനൈസേഷനാണ്. ഒരേ സമയം അതിന് പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട്, പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ്. അത് പഞ്ചാബിൽ അതിന് ജമാഅത്ത് ഉദ്വ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘമുണ്ട്. ഇന്ത്യയിൽ അവർ ഇന്ത്യൻ മുജാഹിദിനെ സ്പോൺസർ ചെയ്യുന്നു. അവർക്ക് ഹിസ്ബുൾ മുജാഹിദിനുമായിട്ട് ബന്ധമുണ്ട്. ജെയ്ഷെ മുഹമ്മദിന് അവർ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സംഭാവന ചെയ്യുന്നു. ഇങ്ങനെ ഒരു സമയത്തൊരു മതസംഘടന അത് സാമൂഹ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇന്ത്യയിലേക്കാണെങ്കിൽ അതികഠിനമായ തീവ്രവാദം കയറ്റി. ഇങ്ങനെ ഒരു ഹൈഡ്ര ഹെഡഡ് ഓർഗനൈസേഷനാണ്. അതിൻ്റെ നേതാവ് ഇപ്പോൾ ഈ അക്രമത്തിന് നേതൃത്വം നൽകിയ കസൂരി, സൈഫുള്ള ഖാലിദ് എന്ന കസൂരി, അദ്ദേഹം പാകിസ്ഥാന്റെ പട്ടാളത്തിന്റെ ഇൻവൈറ്റേഷൻ സ്വീകരിച്ച് പഞ്ചാബിലെ കങ്കൺപൂരിൽ പോയിട്ട് പ്രസംഗിച്ചു. അദ്ദേഹം കടന്നു വന്നപ്പോൾ പൂക്കളിട്ടാ സ്വീകരിച്ചത്. അദ്ദേഹം പാകിസ്ഥാൻ സൈന്യത്തിന്റെ മാനസപുത്രനാണ്. പഷ്തൂൺഖാ പ്രൊവിൻസിൽ അദ്ദേഹം പ്രസംഗിച്ചത് 2026 ഫെബ്രുവരിക്ക് മുമ്പായിട്ട് കാശ്മീർ പിടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക്, ഹാഫിസ് സയ്യിദ് ഇതിൻ്റെ ലഷ്കർ ഇ തൈബയുടെ സ്ഥാപകൻ. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷനുകൾ അത് മാരീച വേഷം കെട്ടി വരും. നമ്മളിപ്പോൾ വിചാരിക്കുക അൽഖ്വയ്ദയെ തകർത്തോടുകൂടി അൽഖ്വയ്ദ തീർന്നല്ലേ വിചാരിച്ചത്. പക്ഷേ നമുക്കറിയാലോ 2012 അബോട്ടാബാദിൽ വെച്ചിട്ട് അൽഖ്വയ്ദയുടെ തലവനെ കൊലപ്പെടുത്തി. 2 വർഷം കഴിഞ്ഞപ്പോൾ 2014 ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന അതിഭീകര സംഘം നോർത്തേൺ സിറിയയും നോർത്തേൺ ഇറാഖും കീഴടക്കി ഒരു സമാന്തരമായ ISIL ഒരു റിപ്പബ്ലിക് സ്ഥാപിച്ചു അവരുടെ ഭാഷയിൽ. അപ്പോൾ ഇത് ഒരു ഗ്ലോബൽ മെനസാണ്. അപ്പോൾ ഇതിനെതിരെ നമുക്ക് പൂർണ്ണമായി പഴുതടച്ച പ്രതിരോധം സാധ്യമല്ല. ഇപ്പോൾ 2008 കടൽ മാർഗം വന്ന് ബോംബെയിൽ ഇറങ്ങി വെടിവെച്ച് തകർത്ത് പോയില്ലേ, അത് സെക്യൂരിറ്റി യഥാർത്ഥത്തിൽ അത് എത്രയോ നേരെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ ഇത് ഇന്ത്യയെ പോലുള്ളൊരു മഹാരാജ്യം, ഇത്രയധികം തുറവിയുള്ള ഒരു രാജ്യത്തിന് വലിയ പരിമിതികളുണ്ട്. അതേസമയം ഇതിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്തില്ല എങ്കിൽ, മറ്റൊരു രാജ്യത്തിൻ്റെ പിന്തുണയില്ല എങ്കിൽ ഇതിനെ തകർക്കാൻ സാധിക്കും. എങ്ങനെ ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, ഗില്ലിൻ്റെ നേതൃത്വത്തിൽ ഖാലിസ്ഥാൻ വാദത്തെ പഞ്ചാബിൽ അടിച്ചമർത്തിയെന്ന്. യഥാർത്ഥത്തിൽ ഖാലിസ്ഥാൻ വാദത്തെ അടിച്ചടിക്കാൻ പാകിസ്ഥാൻ്റെ പിന്തുണ കുറഞ്ഞതുകൊണ്ടല്ലേ. കാരണം പാകിസ്ഥാനിലെ പഞ്ചാബും കൂടെ ചേർത്ത് ഖാലിസ്ഥാൻ രാജ്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് പാകിസ്ഥാൻ്റെ അഖണ്ഡതയ്ക്ക് കൂടി ഭീഷണിയായ ഘട്ടത്തിലാണ് അവർ പിൻവാങ്ങുന്നത്. പാകിസ്ഥാൻ്റെ പൂർണ്ണമായ പിന്തുണ അവസാനിച്ചപ്പോഴാണ് ഖാലിസ്ഥാൻ പഞ്ചാബിലെ തീവ്രവാദം അവസാനിച്ചത്. ഇപ്പോൾ അവിടെ തീവ്രവാദം വീണ്ടും വരുന്നതിൻ്റെ കാരണം എന്താ? കാനഡയുടെ പിന്തുണ. നമുക്കറിയാലോ കാനഡയുടെ പിന്തുണ എന്ന് വെച്ചാൽ മറ്റ് രാജ്യങ്ങളുടെ ശക്തമായ പിന്തുണ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരം സംഘങ്ങളെ നമുക്ക് സൈന്യത്തിന് വളരെ ലളിതമായി തകർക്കാൻ സാധിക്കും. ഇവിടെ പാകിസ്ഥാൻ മിലിറ്ററിയും പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ നേതൃത്വവും പാകിസ്ഥാൻ്റെ ഇന്റർ സർവീസ് ഇൻ്റലിജൻസും പിന്നിലുണ്ട് അവിടുത്തെ തീവ്രവാദ സംഘങ്ങളുടെ. മനസ്സിലാക്കേണ്ടത്, കാരണം നമ്മളാണ് നിരന്തരം അവിടുത്തെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നവർ, നമ്മളാണ് ആഗ്രഹിക്കുന്നവർ. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്നവരെ പൂർണ്ണ വിശ്വാസത്തിലെടുത്ത് സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്വർഗചിന്ത പാടില്ല എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണോ എന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ.